ഈ പാതിരാത്രിക്ക് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒമാനിലെ ഒരു വിജനമായ വഴി. ഈ വഴിയിൽ ഫോണും പിടിച്ച് നടക്കുന്നത് ഒരു സിംഗിൾ ഡേറ്റിൻ്റെ പ്രഹസനം മാത്രമാണ്. ഓക്കെ വെയിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ എത്തിയ ഗാലറിയ മാൾ. ഈ മാളിൽ ഞാൻ വന്ന സമയത്ത് ആക്ച്വലി എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ചില്ലറ പരിപാടികളുണ്ടായിരുന്നു. ഇതാണ് പിള്ളേരെ സെഷൻ. എനിക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോയി ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് മടുത്തിട്ട് ഞാൻ എണീച്ച് ഈ പിള്ളേർ സെക്ഷനിലേക്ക് വന്നു. ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, അവിടെയുള്ള പലരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ചിരിയൊക്കെ പാസ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് മെല്ലനെ അങ്ങോട്ട് മെല്ലനെ നീങ്ങി. എൻ്റെ നേരെ മുന്നിലുണ്ടായിരുന്ന ഹെയർ കട്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റക്കായത് വന്നതുകൊണ്ട് എനിക്ക് ഹെയർ ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മുന്നേ ഇരുന്ന സീറ്റിലേക്കൊന്ന് നോക്കി എസ്കലേറ്ററൊക്കെ ഇറങ്ങി നേരെ പോയി ബ്രാൻഡ് ഫോർലെസ്സിലേക്ക്. ഇവിടെ കുറച്ച് പ്രതിമാസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല ക്യൂട്ട് ലിറ്റിൽസിലായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. നല്ല രസമില്ലേ കുപ്പി കാണാൻ വേണ്ടിയിട്ട്. ഇത് റീബോക്കിൻ്റെ ആണ് കേട്ടോ. പിന്നെ നല്ല പ്ലേറ്റ്. ഈ പ്ലേറ്റ് കാണാൻ എനിക്ക് വെറും വർഷേനെ തോന്നി ഓരോരുത്തരുടേത്. ഇത് പിന്നെ വെറുതെ ഒരു ഷോയ്ക്കൊന്നും കയറി നോക്കിയതാണ്. നല്ല രസമില്ലേ ക്യൂട്ട് ഐറ്റംസ്. അങ്ങനെ പിന്നെ പോയി ഇതാണ്ടടാ നല്ല കുളുകുളു ആയിട്ടുള്ളൊരു ഐറ്റം സംഭവം. ഇത് കുളിക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച് ട്രിപ്പൊക്കെ പോകുമ്പോൾ എടുക്കാമല്ലോ എന്നുള്ളത്. നല്ല രസമില്ലേ. എനിക്കിത് ഇട്ടിട്ട് അങ്ങോട്ട് ഊരാൻ പറ്റില്ല. എന്താ മൊഞ്ചോനെ, നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട്. ഷോയ്ക്ക് ഇറക്കിയത് നമുക്ക് സ്ഥിരം മുഖ്യം പിക്കില്ലേ. അങ്ങനെ മെല്ലനെ അവിടെ നിന്നും ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഇറങ്ങി വീണ്ടും തിരിച്ച് മേലേക്ക് തന്നെ വന്ന് ആരുമില്ല, വിജനമായിരിക്കുന്നു. അങ്ങനെ എസ്കലേറ്ററിലും കയറി ഏതോ ഒരു കാക്കാൻ്റെ പുറകെ അങ്ങനെ നടക്കലല്ലേ. എനിക്കിറങ്ങാനുള്ള സ്ഥലമെത്തിയപ്പോൾ ഞാനിതാ ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയിരിക്കുന്നു. അങ്ങനെ മെല്ലനെ അവിടെ നിന്നും നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയത്. പക്ഷേ അതിൻ്റെ ക്ലിപ്പ് എടുത്തില്ല. അപ്പോൾ മാപ്പിള വരാനുള്ള ടൈമായി, എനിക്കിവിടെ നിന്ന് നാട് വിടണം. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കണമല്ലോ അല്ലേ. അങ്ങനെ നടന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ഫൺലാൻഡിൻ്റെ മുന്നിലേക്ക് കൂടെ കയറാനൊക്കെയുള്ള ആശയുണ്ട്. പക്ഷേ പിള്ളേരൊന്നും ഇല്ലല്ലോ, നമ്മളൊറ്റയ്ക്ക് കയറി തുള്ളാനും പറ്റില്ല. എന്താ കഥ, നല്ല രസമില്ലേ റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നടന്നു പോകുന്ന വഴിയാണിത്. എൻ്റെ മുന്നിലൊരു താത്ത പോകുന്നുണ്ട്. ഞാൻ കാണിച്ചത് സൂം ചെയ്ത് പോകുന്നുണ്ട്. ഒരൊറ്റയ്ക്ക് എന്നെ ഇടിച്ചിടാൻ പാകത്തിനുള്ള. അങ്ങനെ നമ്മളിത് സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഒമാനിലുള്ള ഒരു സിംഗിൾ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു, ഒറ്റയ്ക്കായിട്ടുള്ള.